ശ്രീ വേണുജി, രണ്ട് പോയിന്റുകൾ അങ്ങനെ രണ്ട് പോയിന്റുകൾ കേട്ടിട്ടേ പ്രതികരിക്കാവൂ. ഒന്ന്, 40 വർഷത്തിലധികമായി കേരളീയ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന നമ്മുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയ ഭരത് ശ്രീ സുരേഷ് ഗോപി MP എന്ന വ്യക്തിയെ നമ്മൾ ഇയാൾ, കള്ളൻ തുടങ്ങിയ കാര്യങ്ങൾ വിളിക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാവരും, അങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശ്രീ സുരേഷ് ഗോപിയോട് ആശയപരമായി യോജിപ്പ് കാണാം. പക്ഷേ സുരേഷ് ഗോപി നമ്മുടെ നാടിന്റെ, സിനിമയുടെ, പൊതുമണ്ഡലത്തിന്റെ ഒരു വലിയ, എന്താ പറയണേ, എനിക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വളരെ ജനസമ്മതിയുള്ള ഒരാളാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ MP യെ, ഇതൊക്കെ പോട്ടെ, അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ ആ രീതിയിൽ അധിക്ഷേപിക്കുന്നത് ഒരു കാരണവശാലും ശരിയല്ല. മുങ്ങി, തട്ടിപ്പ് വീരൻ, പ്രയോഗങ്ങൾ ശ്രീ സുരേഷ് ഗോപി പപ്പു എന്നൊന്നും വിളിക്കുന്നില്ലല്ലോ. അയാൾ കള്ളൻ, കള്ളൻ എന്നൊക്കെ വിളിക്കുന്നത് പോലെ ഇപ്പോ അല്ലല്ല, പപ്പു എന്ന് വിളിക്കുന്നില്ല. നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഷാഡോ പ്രൈം മിനിസ്റ്റർ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വംശപാരമ്പര്യത്തിലുള്ള രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കുന്നതും ഫേക്കു എന്ന് വേറെ ആരെങ്കിലും വിളിക്കുന്നതും ഒക്കെ തെറ്റാണ്. ഇതിനൊന്നും രണ്ട് വശങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കതൊരു ജനാധിപത്യപരമായ ആശയ സംവാദമാക്കി നിർത്തണമെന്നുള്ളതാണ് ആദ്യത്തെ ജനാധിപത്യത്തിന്റെ സംശയത്തിലാക്കിയിരിക്കുകയാണ്. അല്ലല്ല, ഒരു സെക്കൻഡ് രാഹുലെ, നേരിട്ടുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. ഇനി അദ്ദേഹം എന്ന് പറയാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തത് എങ്കിൽ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പറഞ്ഞില്ലല്ലോ. അങ്ങനെയല്ല. രണ്ട്, സംഘിയല്ല സംഘപരിവാറുകാരൻ, കമ്മിയല്ല കമ്മ്യൂണിസ്റ്റുകാരൻ, സഖാവ്, കൊങ്ങിയല്ല കോൺഗ്രസ്. അപ്പൊ നമ്മളിത് വളരെ സെൻസിറ്റീവ് ആയ ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ വിശാലർത്ഥത്തിൽ പറഞ്ഞാൽ ഓപ്പറേഷൻ രാജ്യത്തെ ഒന്നിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ വോട്ട് ചോരി നമ്മുടെ രാജ്യത്തെ ഒന്നിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് കേൾക്കുന്ന BJP-കാരനും സാധാരണ BJP വോട്ടർക്കും സംഘപരിവാറിന്റെ വോട്ടർക്കും നടന്നത് തെറ്റാണെന്നും രാജ്യവ്യാപകമായി നടന്ന തെറ്റാണെന്നും ഇത്തരത്തിലുള്ളൊരു കാര്യം ഇനി ഉണ്ടാകരുതെന്നും ഉള്ളൊരു നിശ്ചയദാർഢ്യത്തിലേക്കും ബോധ്യത്തിലേക്കും ഈ രാജ്യത്തെ കൊണ്ടുവരാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയണം. കാരണം നടന്നത് ശരിയല്ല എന്ന് ആർക്കും തോന്നുന്നില്ല. 1,248,000 രണ്ടുപേരുടെ അതിന്റെ മറുപടിയാണ്. രണ്ടുപേരുടെ ന്യായമാണ് ഇലക്ഷൻ കമ്മീഷൻ ശകുന്റെയും ശ്രീവാസ്തവയുടെയും കാര്യത്തിൽ പറഞ്ഞത്. 1,248,000 വോട്ടുകൾ വ്യാജമാണ് എന്ന കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും എതിരഭിപ്രായമില്ല. അപ്പൊ ഈ വിഷയത്തെ കുറെ കൂടെ സന്തുലിതമായി സമവായത്തിന്റെ ഭാഷയിൽ സ്വീകരിക്കുകയാണെങ്കിൽ അത് രാജ്യത്ത് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുവരും.